ഇന്ന് നമുക്ക് NX-ന്റെ ഏറ്റവും പുതിയ വേർഷൻ 2025 NX13 നമുക്ക് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെന്താ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വേർഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. സ്റ്റുഡൻറ്റ് വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ റോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് അത് എനേബിൾ ചെയ്തു. ഏറ്റവും അഡ്വാൻസ്ഡ് മോഡ് എനേബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് സാധാരണ NX13 അതായത് ഒരു പുതിയ NX13 ഏതാണോ വാങ്ങുന്നത് അത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇതാണ് റോൾസ്. അതിൽ പോവുക, ഇതിൽ കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ റോൾ അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയൊരു മോഡൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ലെഫ്റ്റിൽ വന്ന് ഇവിടെ ന്യൂ എന്ന് കിടക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇവിടെയും ന്യൂ എന്ന് കിടക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ന്യൂവോ അല്ലെങ്കിൽ Ctrl+N ചെയ്താലും നമുക്ക് ന്യൂ ഒരു പേജിൽ ന്യൂ ഒരു മോഡലിലേക്ക് പോവാം. മോഡൽ മാത്രമല്ല, ഡ്രോയിങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അസംബ്ലി അതിനൊക്കെ സാധിക്കും. പക്ഷേ നമ്മൾ ബേസിക്കലി മോഡലിംഗ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മോഡലിങ്ങിൽ ഇവിടെ മുകളിൽ എന്ത് കിടക്കുന്നുണ്ട്? മില്ലിമീറ്റേഴ്സ് കിടക്കുന്നുണ്ട്. മോഡൽ ഇവിടെ വന്ന് വേണമെങ്കിൽ മോഡൽ സെലക്ട് ചെയ്യാം, ഡ്രോയിങ് അല്ലെങ്കിൽ മോഡലിംഗ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏത് ടൈപ്പ് മോഡലിൽ തന്നെ അസംബ്ലി വേണോ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം മോഡലിൽ നമുക്ക് പോവാം. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് സേവ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ആ മോഡലിൽ ആ ഫസ്റ്റ് പേജിൽ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി പോവാം. ഫയൽ ന്യൂ. അപ്പോൾ മോഡലിൽ പോയി കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങളിപ്പോൾ സേവ് ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ലൊരു പേരൊക്കെ കൊടുത്ത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാൻ വെക്കാം. ആ ഫയൽ നമുക്ക് സേവ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ അവസാനം പ്രോഗ്രാം ക്ലോസ് ചെയ്യുമ്പോൾ അതിനേക്കാൾ വേണ്ടി ജസ്റ്റ് സേവ് കൊടുത്താൽ നമ്മൾ വരച്ച അല്ലെങ്കിൽ മോഡൽ ചെയ്തത് സേവ് ആയിട്ട് കിട്ടും. അങ്ങനെ അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ പോയിട്ട് ഇപ്പോൾ രണ്ട് മോഡൽ ഞാൻ ഇപ്പോൾ തുറന്നുണ്ട്. ഇവിടെ പോവുക, ഫയലിൽ പോവുക, സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ വരച്ച് പുതിയൊരു ഫയൽ പേരും കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് തുറന്നു വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇതൊരു ഓട്ടോകാഡിൻ്റെ ഒക്കെ അതേ സ്റ്റൈൽ പോലെ തന്നെ നമുക്ക് തോന്നും. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഹോം എന്ന് പറഞ്ഞാൽ ഹോമിൽ സ്കെച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്കെച്ചിൽ പോയാലാണ് സ്കെച്ചിൻ്റെ ടാബ്സ് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞാൽ ഫീച്ചർ ടാബ്സ് ആണ് നമ്മൾ കാണുന്നത്. എക്സ്ട്രൂഡ്, റിവോൾവ്, ഹോള്, യുണൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ കർവ് എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതായത് 3D കർവ്സ് ആണ് ഇതിൽ മെയിനിലായിട്ടുള്ളത്. 3D കർവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സും വൈയും സെഡ് കോർഡിനേറ്റ്സ് വേണം നമുക്ക് എന്ത് ചെയ്യുക? കർവ് ഡിഫൈൻ ചെയ്യാനായിട്ട്. പിന്നെ സർഫസിനുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് സർഫസ് ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കമാൻഡ്സ് ഉള്ള നമുക്ക് എന്ത് വരും? റിബായിട്ട് തുറന്നു വരും. ഇതിന് എന്താ പറയുക? റിബൺ ഏരിയ എന്നല്ലേ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്കെച്ചിലേക്ക് പോവാം. അപ്പോൾ ഹോമിൽ പോവുക, സ്കെച്ചിൽ പോയി. അപ്പോൾ സ്കെച്ച് തുറന്നു വരുമ്പോൾ അവർ ചോദിക്കും ഏത് പ്ലെയിനിലാണ് നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ടോപ്പ്, ഫ്രണ്ട്, റൈറ്റ് ഇത് ഇനീഷ്യൽ വരുന്ന പ്ലെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോപ്പ് നമുക്ക് ഏതെങ്കിലും ഒന്നിൽ വരയ്ക്കാൻ തുടങ്ങാം അല്ലേ. ടോപ്പിൽ തുടങ്ങാം. ടോപ്പ് സെലക്ട് ചെയ്തു. ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഡയലോഗ് ബോക്സിൽ ഇവിടെ കിടക്കുന്നത് എന്താ? ഓൺ പ്ലെയിനും ഉണ്ട്, ഓൺ പാത്തും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈൻ, ഒരു കർവ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ നിന്ന് വേണമെങ്കിൽ ഒരു സ്കെച്ച് ആക്കി ഒരു പ്ലെയിൻ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൺ പ്ലെയിനിൽ തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. റെഫറൻസ് ചോദിക്കുന്നുണ്ട്, റിവേഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഒറിജിൻ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഒറിജിൻ ഉണ്ട്, അതാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വരച്ച് ഒരു സോളിഡ് ബോഡിയൊക്കെ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഫേസ് വരയ്ക്കും, ഒരു സ്കെച്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു പുതിയ പ്ലെയിൻ വേണ്ടേ. അപ്പോൾ അതിൻ്റെ ഒറിജിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്പെസിഫൈ ഒറിജിൻ പോയിന്റിൽ പോയിട്ട് നമുക്ക് എവിടെയാണോ ഒറിജിൻ വേണ്ടത്, നമുക്ക് സൗകര്യമാവുന്ന എവിടെയാണോ അവിടെ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ 3 ഡോട്ട്സിൽ പോവുക, ഇൻഫേർഡ് പോയിന്റ് കൊണ്ട് ഒന്നിലും എന്ത് ചെയ്യാം? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും കൊടുക്കാം. അത് ഇൻഫേർഡ് പോയിന്റ് അല്ലെങ്കിൽ എൻഡ് പോയിന്റ്, ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ പോയിട്ട് മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് തൽക്കാലം ഇപ്പോൾ നമ്മുടെ ഒറിജിൻ തന്നെ കിടക്കട്ടെ. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഡ്രോ ചെയ്യണതിൻ്റെ. ഇതാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇതൊക്കെയുണ്ട്. എന്തൊക്കെയുള്ള ലൈൻ, ആർക്ക്, സർക്കിൾ, റെക്റ്റാങ്കിൾ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ NX13 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് NX12 നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോ മൂവബിൾ എന്നൊരു ഇവിടെ കാണുന്നുണ്ടല്ലേ. ഷോ മൂവബിൾ എന്ന് പറഞ്ഞാൽ ആ സ്കെച്ച് ഇവാലുവേറ്റ് ചെയ്യുക. അത് ഫുള്ളി ഡിഫൈൻഡ് ആണോ അത് അണ്ടർ ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്തത് ഈ ഷോ മൂവബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്. ഇത് ഇപ്പോൾ സെലക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വരച്ചിട്ട് അല്ലെങ്കിൽ ഫുള്ളി ഡിഫൈൻഡ് അല്ലെങ്കിൽ ഈ ഷോ മൂവബിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ താഴെ ഇപ്പോൾ സ്കെച്ച് ഈസ് ഫുള്ളി ഡിഫൈൻഡ് ചെയ്ത് കാണിക്കുന്നത് കണ്ടില്ലേ. സ്കെച്ച് ഈസ് ഫുള്ളി ഡിഫൈൻഡ്. അത് ഇപ്പോൾ ഞാനൊരു ലൈൻ എടുത്തു,
ജസ്റ്റ് വരച്ചു, ക്ലോസ് ചെയ്തു. നോക്കിയേ, ഓക്കെ, നിങ്ങൾക്ക് കാണുന്നില്ല, സ്കെച്ച് ഈസ് പാർഷ്യലി ഡിഫൈൻഡ് വിത്ത് വൺ മൂവബിൾ കർവ്. ഓക്കെ, അപ്പോൾ ഒരു കർവ് മൂവബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് NX ടൂളിലായിരുന്നെങ്കിൽ ഇത് എങ്ങനെ എഴുതിയിരുന്നത്? സ്കെച്ച് ഈസ് നോട്ട് കൺസ്ട്രെയിൻഡ് എന്ന് പറയാറ്. ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? വൺ മൂവബിൾ കർവ് ഉണ്ട്. അതായത് ഈ ലൈൻ മൂവബിൾ ആണെന്ന് നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എൻഡ് പോയിന്റ് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത് കൂട്ടാനും പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ്. അപ്പോൾ ഈ ഷോ മൂവബിൾ എന്ന് പറഞ്ഞ ഈ സാധനം നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് ഓഫായി പോയി. ഓക്കെ, അപ്പോൾ സ്കെച്ച് ഈസ് നോട്ട് ഇവാലുവേറ്റഡ്, ഇത് മാറിയത് കണ്ടോ താഴെ, സ്കെച്ച് ഈസ് നോട്ട് ഇവാലുവേറ്റഡ്. ഇപ്പോഴും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ സ്കെച്ച് അവർ ഇവാലുവേറ്റ് ചെയ്യണില്ല. സ്കെച്ച് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഷോ മൂവബിൾ എന്നുള്ള ഈ ഐക്കൺ നമ്മൾ ഓൺ ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നു സ്കെച്ച് ഈസ് പാർഷ്യലി ഡിഫൈൻഡ് വൺ മൂവബിൾ കർവ്. എങ്ങനെയാണ് പാർഷ്യലി? നമ്മൾ പാർഷ്യലി ഡിഫൈൻ ചെയ്തിട്ടില്ല അല്ലേ? നമ്മൾ ലെങ്ത്തും കൊടുത്തില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പാർഷ്യലി ഡിഫൈൻ എന്ന് പറയുന്നത് അവർ തന്നെ ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് പാർഷ്യലി ഡിഫൈൻഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡയമെൻഷൻ കൊടുക്കാനായിട്ട് റാപ്പിഡ് ഡയമെൻഷനോ അല്ലെങ്കിൽ സ്മാർട്ട് ഡയമെൻഷൻ അങ്ങനെയൊന്നും കാണുന്നില്ല അല്ലേ? റാപ്പിഡ് ഡയമെൻഷൻ ആയിരുന്നു NX ടൂളിൽ ഉണ്ടായിരുന്നത്, അത് ഇതിലില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത് ജസ്റ്റ് പോയിട്ട് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ഡയമെൻഷൻ്റെ അത് തന്നെ എന്ത് പറയും, നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഡയമെൻഷൻ ഈ ഒരു ലൈന് ഡയമെൻഷൻ ലെങ്ത് ആയിരിക്കുന്ന രീതിയിൽ അവർ നമുക്കൊരു സജസ്റ്റ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ലെങ്ത്ത് 1114.6 ആണ്. ഇപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ 100 കൊടുത്തു, എൻ്റർ അടിക്കുമ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ട്. യു ആർ എഡിറ്റിംഗ് ദ ഫസ്റ്റ് ഡയമെൻഷൻ ഇൻ ദ സ്കെച്ച്, ഡു യു വാണ്ട് ടു സ്കെയിൽ ദ എൻറ്റയർ സ്കെച്ച്? അതായത് നമ്മളിപ്പോൾ ഒരു ബോക്സ് ഒക്കെയാണ് വരച്ചെങ്കിൽ അതിൻ്റെ ഒരു ലെങ്ത്ത് മാത്രം കുറച്ച് കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ഒരു സൈഡ് മാത്രം ഭയങ്കര ലെങ്ത്ത്, ഒരു സൈഡ് ഭയങ്കര ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ സ്കെയിൽ ചെയ്ത് കുറയ്ക്കണമെന്നാണ് ഈ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് യെസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആകെ നമ്മളൊരു ലൈൻ മാത്രമേ വരച്ചിരുന്നുള്ളൂ. അപ്പോൾ യെസ് കൊടുത്താലും നോ കൊടുത്തായിരുന്നെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു കൺസ്ട്രെയിൻ തന്നെ വന്നിട്ടുണ്ട്, ഹൊറിസോണ്ടൽ കൺസ്ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇനിയിപ്പോൾ അത് നമുക്ക് എപ്പോഴും ഹൊറിസോണ്ടലായിട്ട് കിടക്കും അല്ലേ? ഹൊറിസോണ്ടലായിട്ട് കിടക്കും. അതായത് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എസ്കേപ്പ് അടിച്ചു. ആ ഒരു എന്ത് കമാൻഡ് ചെയ്യുന്ന ഡയമെൻഷൻ കമാൻഡ് ചെയ്ത് പുറത്ത് പോകാനാണ്. അപ്പോൾ അത് കണ്ടത് എവിടേക്ക് മൂവ് ചെയ്താൽ അത് ഹൊറിസോണ്ടലായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, നമുക്കിനി ഇവിടെ അറ്റത്ത് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവില്ല. ഹൊറിസോണ്ടൽ കൺസ്ട്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിലേഷൻ സോഫ്റ്റ്വെയർ ഇതിന് കയറ്റി കൊടുത്തിരിക്കുകയാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ കൺസ്ട്രെയിൻ കൊടുക്കാനായിട്ട് ജോമെട്രിക് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗത്താണ് NX ടൂളിൽ അതിൻ്റെ കമാൻഡ്സ് ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇത് ഈ ഗ്രാഫിക്സ് വിൻഡോയുടെ തൊട്ട് മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോഴാണ് ഹൊറിസോണ്ടൽ ആയെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ ഹൊറിസോണ്ടൽ കമാൻഡ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു വട്ടം കൂടി ഹൊറിസോണ്ടൽ കൊടുക്കുമ്പോൾ വേറെ മെസ്സേജ് വരുന്നുണ്ട് നോക്കാം. ഓക്കെ, വേറെ ഒന്നും മെസ്സേജ് ഒന്നും ഓൾറെഡി NX റിലേഷൻ ഉണ്ടെന്ന് വന്നുള്ള മെസ്സേജ് വന്നില്ല. സ്കെച്ച് ഈസ് പാർഷ്യലി ഡിഫൈൻഡ് വിത്ത് വൺ മൂവബിൾ. അപ്പോഴും ഇത് പാർഷ്യലി ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞാൽ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം അല്ലേ? ഈ പോയിന്റ് എവിടേക്ക് വേണമെങ്കിലും ലൈൻ മൂവ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്നത് മാത്രം അല്ല, ഹൊറിസോണ്ടലായിട്ട് തന്നെ ലൈൻ കിടക്കും, പക്ഷേ അത് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതിൽ ഏതെങ്കിലും ഒരു പോയിന്റും ഒറിജിനും ആയിട്ടുള്ള റിലേഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യണം. ഏതെങ്കിലും ഒരു ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ് നമ്മൾ ഒറിജിനും ആയിട്ടുള്ള റിലേഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫൈൻ ആക്കിയാൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി ഡിഫൈൻഡ് ആവുള്ളൂ. അല്ലെങ്കിൽ പാർഷ്യൽ മൂവബിൾ കർവ് ചെയ്യുന്നത് ഫിക്സഡ് കർവായിട്ട് മാറണമെങ്കിൽ ഈ ഒറിജിനുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒറിജിനുമായിട്ട് റിലേഷൻ കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം ഈ ഒറിജിൻ സ്കെച്ച് ഒറിജിൻ്റെ അവിടെ വെച്ച് സ്കെച്ച് ഒറിജിൻ എഴുതി കാണിക്കുന്നത് കണ്ടില്ലേ മൗസിൻ്റെ സൈഡിൽ? അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവർ സെലക്ഷൻ ചോദിച്ചു ഏതാണോ സെലക്ട് ചെയ്യേണ്ടത്, സ്കെച്ച് വെർട്ടിക്കൽ ആക്സിസ്, സ്കെച്ച് ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ സ്കെച്ച് ഒറിജിൻ. സ്കെച്ച് ഒറിജിൻ ആണ് വേണ്ടത്. നേരെ പോയിട്ട് ഈ എൻഡും കൂടി ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള ഡയമെൻഷൻസ് അവർ തന്നെ നമുക്ക് ഇട്ട് തന്നിരിക്കുകയാണ് അല്ലെ? സോഫ്റ്റ്വെയർ തന്നെ ഇട്ട് തന്നേക്കാണ്. അപ്പോൾ ഇത് മാത്രം ഡിഫൈൻ ചെയ്താൽ ഫുള്ളി ഡിഫൈൻഡ് ആവുമോ? ഞാൻ ആദ്യം ഈ ഡിസ്റ്റൻസ്, ഇത് എന്താണ് അലൈൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് ഡിസ്റ്റൻസ്, അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. 65 എന്നുള്ളത് 70 ആക്കി എൻ്റർ ചെയ്തു. ഓക്കെ, ഇപ്പോഴും ഫുള്ളി ഡിഫൈൻഡ് അല്ല.
സ്കെച്ച് ഈസ് പാർഷ്യലി ഡിഫൈൻഡ് വിത്ത് വൺ മൂവബിൾ കർവ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതെന്താണ്. ഇങ്ങനെ റിലേഷൻ നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്, ഫുള്ളി ഇപ്പോഴും ഡിഫൈൻഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഫുള്ളി ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ലെങ്ത് മാത്രം പോരാ, ഈ ഒരു ലെങ്ത് മാത്രം പോലെ ഒന്നിലി ഒരു ഹൊറിസോണ്ടൽ ഡയമെൻഷൻ, ഒന്നിലി ഒരു വെർട്ടിക്കൽ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആംഗിൾ ഏതെങ്കിലുമൊക്കെ ഡിഫൈൻ ചെയ്യണത് കംപ്ലീറ്റ്ലി ഫുള്ളി ഡിഫൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫുള്ളി ഡിഫൈൻ ചെയ്യാനായിട്ട് അത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് വീണ്ടും ഈ എഡ്ജിൽ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ ഒറിജിനൽ സ്കെച്ച് ഒറിജിനിൽ ക്ലിക്ക് ചെയ്തു. സ്കെച്ച് ഒറിജിൻ വീണ്ടും സെലക്ട് ചെയ്തു. അപ്പോൾ 2 വാല്യൂസ് വന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. 2 ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഞാൻ 60 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി പുറത്ത് പോയി ഇപ്പോൾ സ്കെച്ച് ഈസ് ഫുള്ളി ഡിഫൈൻഡ്. ഇപ്പോൾ സ്കെച്ച് ഫുള്ളി ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് ഞാനിവിടെ എൻഡ് പോയിന്റും ഈ പോയിന്റും ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒരു ലെങ്ത് വന്നിട്ട് ഇത് ഞാൻ പോയി ഇവിടെ വരുമ്പോൾ മെസ്സേജ് വരുന്നുണ്ട്, ദിസ് ഡയമെൻഷൻ ഈസ് കനോട്ട് ബി എഡിറ്റഡ്, ഇറ്റ് മേ ബി ഓവർ ഡിഫൈൻ ദ സ്കെച്ച് if this dimension conflicts with the other dimension or persistent relation, try deleting persistent relations or dimensions എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ 40 കൊടുത്തു, എൻ്റർ ചെയ്ത്. എന്ത് നടക്കുന്നിരിക്കുന്നത്? അപ്പോൾ എന്തുണ്ട്, ദ ഡയമെൻഷൻ കുഡ് നോട്ട് ബി എഡിറ്റഡ് ആസ് റിക്വസ്റ്റഡ്, അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻസ് കാണുന്നുണ്ട് അല്ലേ, റിലാക്സ് ഡയമെൻഷൻസും റിലാക്സ് റിലേഷൻസും എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റിലാക്സ് ഡയമെൻഷൻസ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ വാല്യൂ മാറ്റി ഇത് 70 ആക്കി, എൻ്റർ. ഓക്കെ, അപ്പോൾ 70 ആക്കിയപ്പോൾ അത് 70 കൂടി അല്ലേ. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഡയമെൻഷൻസ് റിലാക്സ് ചെയ്തേക്കുക. അപ്പോൾ ഈ 70 നമ്മൾ ഏറ്റവും പുതിയത് കൊടുത്താണ് സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് സ്വീകരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൊടുത്ത 70 സ്വീകരിച്ചു, നമ്മൾ അതിന് തൊട്ട് മുമ്പ് കൊടുത്ത 60യും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ് മാറ്റിയത്? പോയിന്റ് ടു പോയിന്റ് ഡിസ്റ്റൻസ് അവരത് മാറ്റി. എന്നാലും അത് എല്ലാ ഡിസ്റ്റൻസുകളും ഈ കർവിന് അവിടെ നിൽക്കാൻ പറ്റില്ല. കർവ് ഓൾറെഡി നമ്മുടെ ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണെന്നും അതിൻ്റെ ലെങ്ത് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം മാറണമെങ്കിൽ ഇത് ഏതെങ്കിലും ഈ 60 അല്ലെങ്കിൽ ഈ ഹൈറ്റ് അത് മാറണം. ഈ മാറാൻ പോണത് എന്താണ്, ഇപ്പം അത് കളർ മാറി ഒരു മച്ചന്ത കളറിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ 70 കൊടുത്ത് ഇതായിരിക്കുമ്പോൾ എന്തായിരുന്നു, അവർ അതിനനുസരിച്ച് ആ പുതിയ ഡയമെൻഷൻ മാറ്റി, പുതിയ പോയിന്റ് ടു പോയിന്റ് ഡിസ്റ്റൻസ് അവർ മാറ്റി തന്നു. ഓക്കെ, അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡയമെൻഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് തെറ്റിപ്പോയി അങ്ങനെ മാറ്റണമെങ്കിൽ റിലാക്സ് ഡയമെൻഷൻസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 92 എന്നുള്ള ഡയമെൻഷൻ എടുക്കുക, ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആ റിലേഷൻ ഫുള്ളി കൺസ്ട്രെയിൻഡ് അല്ലെങ്കിൽ ഫുള്ളി കൺസ്ട്രെയിൻഡ് ആക്കാം, ഓവർ കൺസ്ട്രെയിൻഡ് ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം മെയിൻലി ഞാൻ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സോൾഡ് വർക്ക്സ് പഠിച്ചവരൊക്കെ ആയിരിക്കും നെക്സ്റ്റിൽ പഠിക്കാൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. ഈ ഒരു ലൈനിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? അപ്പോൾ നിങ്ങൾ തിയറോ മെഷീൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ തിയറോ മെഷീനിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു ലൈൻ ഒരു പ്ലെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവുക. ഒരു ലൈനിന് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ, ഞാൻ തെറ്റിപ്പോയി കാണിച്ചത്. ഓക്കെ, ഒന്ന് പിടിച്ച് നോക്കാം. ഇത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, പിന്നെയോ സെഡ് ആക്സിസിൽ കടന്ന് റൊട്ടേറ്റും ചെയ്യാൻ പറ്റും. അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഒരു പേനയോ അല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ റോഡോ ഒരു പ്ലെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്ലെയിനിൽ തന്നെ ഇരിക്കണം, അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. പ്ലെയിനിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എക്സ് വൈ സെഡ്. പക്ഷേ നമ്മുടെ ഇതുപോലത്തെ ഒരു ലൈൻ നമ്മൾ NX ഗ്രാഫിക്സ് ഷീറ്റിൽ വരച്ചു കഴിഞ്ഞാൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ല, അതിന് ആക്ച്വലി 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ആ 4ാമത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതാണ്? ഇതിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ലെങ്ത്തും കൂടി കൂടാൻ പറ്റും. ഇതിൻ്റെ ലെങ്ത് കൂടാൻ പറ്റും അല്ലേ. നമ്മൾ ഒരു പേന എടുത്ത് ഒരു പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ പേനയുടെ ലെങ്ത് കൂടില്ല. അതുകൊണ്ട് ആ പേനയ്ക്ക് എന്താ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. ഒരു പേന ഒരു പേജിൻ്റെ മേളിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെറ്റൽ റോഡ് ഒരു പേപ്പറിൻ്റെ മേളിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. പക്ഷേ NXലും സോൾഡ് വർക്ക്സിലും ഇതുപോലെ ലൈനിൻ്റെ ലെങ്ത്തും കൂടി കൂടുന്നതുകൊണ്ട് അത് ഫുള്ളി ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് 4 കൺസ്ട്രെയിൻ കൊടുക്കണം. 4 കൺസ്ട്രെയിൻ. ഓക്കെ, ഇത് ഫുള്ളി ഡിഫൈൻഡ് ആണ്. ഇതിന് നമ്മൾ 4 കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാ? ഇതിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഹൊറിസോണ്ടലാന്ന് പറഞ്ഞിട്ടുണ്ട് 2ാമത്തെ കൺസ്ട്രെയിൻ.
അതിൻ്റെ ഇപ്പം ഈ ലെങ്ത്, അതായത് ഒറിജിനുമായിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 കൺസ്ട്രെയിൻ കൊടുത്തപ്പോഴാണ് അത് ഫുള്ളി ഡിഫൈൻഡ് ആയത് അല്ലേ. 4 കൺസ്ട്രെയിൻ കൊടുത്തപ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആയി. അപ്പോൾ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ലൈൻ നമ്മൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് അല്ലേ. ഒരു സർക്കിളിനോ ഇപ്പോൾ ഒരു സർക്കിൾ എടുത്ത് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ആലോചിച്ച് നോക്കിയേ. സർക്കിളിന് ശരിക്കും 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ ഈ കേസിൽ. എന്തുകൊണ്ടാ? ഒന്ന് അതിൻ്റെ ഡയാമീറ്റർ കൂടാൻ പറ്റും, ഓക്കെ, ഒന്ന് ഡയാമീറ്റർ കൂടാൻ പറ്റും. പിന്നെ ഉള്ളതോ അതിന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സർക്കിൾ കടന്ന് ഡയാമീറ്റർ മാറാണ്ട് അതിൻ്റെ ഒറിജിൻ മാറാണ്ട് കടന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവർക്ക് അതൊരു ഡിഫറൻസ് തോന്നില്ല. കാരണം സർക്കിളിലെ എല്ലാ പോയിന്റും സെയിം ആണ് അല്ലേ. അപ്പോൾ ഇത് കടന്നിട്ട് വെറുതെ കടന്ന് റൊട്ടേറ്റ് ചെയ്താലും അതിൻ്റെ വിഷ്വലി നമുക്ക് ചേഞ്ച് ഒന്നും കാണില്ല. അതുകൊണ്ട് അതിന് ശരിക്കും പറഞ്ഞ ഒരു സർക്കിൾ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. ഓക്കെ, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. സർക്കിൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മൂന്നാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് ഏതാ? അതിൻ്റെ ഡയാമീറ്റർ കൂടാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ അതിന് പകരം ഒരു കോയിൻ കൊണ്ടുപോയിട്ട് ഒരു ടേബിൾ വെച്ച് കഴിഞ്ഞാൽ ആ കോയിന് ആക്ച്വലി 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. കോയിൻ എന്ന് പറയാൻ പറ്റില്ല. കോയിന് എഴുത്തൊക്കെ ഉണ്ടാവില്ല. എഴുത്തൊന്നും ഇല്ലാത്ത എല്ലാ പോയിന്റും സെയിം ആയിട്ടിരിക്കുന്ന ഒരു കോയിൻ നമ്മൾ ടേബിളിന്റെ മേളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ആക്ച്വലി 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. എക്സും വൈയും മാത്രം ലിനിയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളൂ. സെഡ് ഇല്ല. കാരണം എന്താ? അത് കടന്ന് കോയിൻ നമ്മുടെ ടേബിളിൽ കടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് ആക്ച്വലി നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പോയിന്റ് ഇവിടെ പോയിരുന്നാലും ഈ പോയിന്റ് ഇവിടേക്ക് വന്നാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പോയിന്റും സെയിം ആണല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ ഡയാമീറ്റർ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഗ്രീനിൽ ഡയാമീറ്റർ വന്നിട്ട് ആ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 50 കിടക്കുന്നുണ്ട്. ഓക്കെ, 50 തന്നെ ആയിക്കോട്ടെ. ഇനി അടുത്ത് എന്താ കൊടുക്കണ്ടേ? ഇതിന്റെ എക്സും ഈ പോയിന്റും ഒറിജിനും ആയിട്ടുള്ള റിലേഷൻ അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും NX ഡിഫൈൻ ചെയ്യുമ്പോൾ വെറുതെ അതിന്റെ ലെങ്ത്തും ഹൈറ്റും അല്ലെങ്കിൽ ആംഗിളും ഡിഫൈൻ ചെയ്താൽ പോരാ, അതിന്റെ ഒറിജിനും ആയിട്ടുള്ള റിലേഷൻ ചെയ്യണം. ഒറിജിനി എന്ന് പറഞ്ഞാലാണ് അത് എവിടെ കിടക്കണമെന്ന് സോഫ്റ്റ്വെയറിന് മനസ്സിലാവുള്ളൂ അല്ലേ. നമ്മൾ വെറുതെ വരച്ചു കഴിഞ്ഞാൽ അതിന് റിലേഷൻ ഇല്ല. ഓക്കെ, ഒറിജിനും ആയിട്ടുള്ള റിലേഷൻ വേണം. അപ്പോൾ ഒറിജിനുമായിട്ട് ഈ ലൈൻ ഓൾറെഡി റിലേഷൻ ഉണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ലൈനിന് ഈ സർക്കിളിന് റിലേഷൻ കൊടുത്താലും അത് ഫുള്ളി ഡിഫൈൻഡ് ആക്കാൻ പറ്റും നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്കെച്ച് ഈസ് പാർഷ്യലി ഡിഫൈൻഡ് വിത്ത് 2 മൂവബിൾ കർവ്സ്. ഏതൊക്കെ? ഈ കർവും അല്ലേ. അപ്പോൾ ഈ കർവ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, കർവ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഡിലീറ്റ് വന്നില്ല. ഓക്കെ, ഡിലീറ്റ് വന്നു. ഡിലീറ്റ് കൊടുത്തു. ഓക്കെ, ഇനി ഇത് ഞാൻ ഇപ്പോൾ ഈ 50 കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ഒറിജിനുമായിട്ടുള്ള റിലേഷൻ കൊടുക്കുന്നു. വേണമെങ്കിൽ ഒറിജിനുമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റും ഈ ലൈൻ വെച്ചിട്ടും ഈ വരച്ച വരയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ ഈ സ്കെച്ച് പോയിന്റുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാൻ പോവാം. ആദ്യം സ്കെച്ച് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒറിജിൻ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഒറിജിൻ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് എസ്കേപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സർക്കിളിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. സർക്കിളിന്റെ മുകളിൽ വെക്കുമ്പോൾ ഇവിടെ ഈ ഒറിജിൻ വരുന്നുണ്ട് അല്ലേ. ഒന്നുകൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒറിജിനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒറിജിനുമായിട്ടല്ല ക്ലിക്ക് ആയത് അല്ലെ. ഒറിജിനുമായിട്ടല്ല ക്ലിക്ക് ആയത്. ഒരു വട്ടം കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, ആർക്കിന്റെ സെന്റർ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്തു. ഓക്കെ, സ്കെച്ച് സെന്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 3 എണ്ണം വന്നു. ഇതിൽ എത്ര എണ്ണം കൊടുക്കണം? നമ്മൾ ഇതിന്റെ 2 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ സർക്കിൾ നമുക്ക് ഫുള്ളി ഡിഫൈൻഡ് ആവും. അപ്പം ഞാൻ ആദ്യം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 74 കിടക്കുന്നുണ്ട്. 75 എൻ്റർ ചെയ്തു. അപ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആയോ? അല്ല, ഇപ്പോഴും 75 ഇതുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇതിന് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. 75 എന്നുള്ള ഡിസ്റ്റൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ ഇത് കടന്ന് ഇങ്ങനെ മൂവുന്നുണ്ട്. മജന്ത വരുന്നുണ്ട് അല്ലേ. ആ മജന്ത വരാൻ കാരണം എന്താ? ഞാൻ റിലാക്സ് ഡയമെൻഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓഫാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു വട്ടം കൂടി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ 78 ആയിപ്പോയി. 75 എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ റിലാക്സ് ഡയമെൻഷൻസ് ഓഫാണ്. ഇനി മൂവ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ മൂവ് ഉള്ളൂ. നമുക്ക് താഴോട്ടും മുകളിലേക്ക് ആക്കാൻ പറ്റില്ല. ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് എക്സും ആക്സിക്സും ആയിട്ട് വെർട്ടിക്കലി 75 ഡിസ്റ്റൻസ് വരും. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കൂടി കൊടുക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒറിജിൻ സെലക്ട് ചെയ്തു. ഒറിജിൻ പോയിന്റിൽ പതുക്കെ കൊണ്ട് വെച്ചു മൗസിന്റെ കഴ്സർ. അപ്പോൾ സ്കെച്ച് ഒറിജിൻ എഴുതി കാണിക്കുന്നത് ക്ലിക്ക് ചെയ്തപ്പോൾ അവർ കുറേ കാര്യങ്ങൾ തന്നു. അപ്പോൾ നമുക്ക് സ്കെച്ച് ഒറിജിൻ ആണ് വേണ്ടത്. അത് ക്ലിക്ക് ചെയ്തു. ഇനി മൗസ് ഇവിടെ പോകുമ്പോൾ ആ പോയിന്റ് കാണിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? മൗസ് നമ്മുടെ
സർക്കിളിൽ കുറച്ച് കൊണ്ടുവയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്തു, ആ സെൻറ്റർ പോയിന്റ് വിസിബിൾ ആയി അല്ലേ. അതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ വീണ്ടും നമുക്ക് വാല്യൂസ് വന്നു. ഇതിലിപ്പോൾ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട, കാരണം ഇത് ഓൾറെഡി നമ്മൾ ഡിഫൈൻഡ് ആണ് 75. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ്, ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് അതും 75 കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ എന്തായിരിക്കും, സ്കെച്ച് ഈസ് ഫുള്ളി ഡിഫൈൻഡ് അല്ലേ. ഡയാമീറ്റർ കൊടുത്തു, നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഡയാമീറ്റർ, പിന്നെ എക്സും വൈയും കോർഡിനേറ്റ്സ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫുള്ളി ഡിഫൈൻഡ് ആയി അല്ലേ. അതുകൊണ്ട് ഒരു സർക്കിൾ എത്രയാണ്, 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഇപ്പോൾ നമ്മളൊരു NX അല്ലെങ്കിൽ സോൾഡ് വർക്സിൽ നമ്മൾ ജസ്റ്റ് ഒരു വരയ്ക്കുമ്പോൾ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. അന്നൊരു ലൈനോ 4 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. കാരണം എന്താ, ലൈൻ കടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്. സർക്കിൾ കടന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഒറിജിനിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നോക്കാം. താങ്ക് യു.